ഇവിടെ യു ഡി എഫിന് ഞാൻ കാണുന്നത് ഇവിടെ ഒരു 6000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന് ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ വിജയിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു വിലയിരുത്തലുകൾ. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഒന്ന് ചൂട് പിടിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി മെറ്റിക്കുലസ് ആയിട്ട് ആ വിഷയം നമുക്ക് പരാമർശിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്കിനിയും കാണാമല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങി. ഏതായാലും LDF പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഏതായാലും പൊന്നാനിയിൽ UDF പ്രധാനമായി പരിഗണിക്കുന്ന നേതാവാണ് KPCC സെക്രട്ടറിയായ KP നൗഷാദ്. അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പം പൊന്നാനിയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ്. ഈ നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രചരണം കാര്യങ്ങളൊക്കെ? അല്ല, പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയൊരു മുന്നേറ്റം UDFിന് അനുകൂലമായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തെളിഞ്ഞതാണ്. അതിൻ്റെ ഒരു കാരണം അത് സംസ്ഥാന വ്യാപകമായൊരു ഭരണവിരുദ്ധ വികാരം എന്നതിനോടൊപ്പം പൊന്നാനി കഴിഞ്ഞ 2 പതിറ്റാണ്ടായി തുടർച്ചയായിട്ട് CPM പ്രതിനിധികൾ വിജയിച്ചു പോരുന്ന ഒരു അസംബ്ലി മണ്ഡലമാണ്. അതുപോലെ തന്നെ പൊന്നാനി മുനിസിപ്പാലിറ്റി 3ാം തവണയും തുടർച്ചയായിട്ട് LDF ഭരിക്കുകയാണ്. ഇവിടെ ഒരു വികസനം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം, എന്തെങ്കിലും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ആനുപാതികമായ ചെറുചലനങ്ങൾ ഇതൊന്നും ഇവിടെ സമ്പൂർണ്ണമായിട്ടില്ല. ഇവിടെ കഴിഞ്ഞ 15 വർഷമായിട്ട് പൊന്നാനി തീരദേശത്ത് കടൽ ഭിത്തി എന്ന പേരിൽ ഒരു കരിങ്കല്ല് പോലും പാകിയിട്ടില്ല. അതുപോലെ തന്നെ അവിടെ ഉള്ള മനുഷ്യരെ മുഴുവൻ അവിടെ നാട്ടി ഓടിക്കാൻ പാകത്തിലുള്ള വിവിധങ്ങളായ ഗൂഢപദ്ധതികളൊക്കെ ഇവർ അണിയറയിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കപ്പൽ നിർമ്മാണ പദ്ധതി വരുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ വാചാടോപങ്ങൾ മാത്രമാണ്. ജനങ്ങൾക്കതിലൊന്നും വിശ്വാസമില്ല വരുമെന്ന് പറയുന്നതിൽ. എന്നാൽ പോലും ആ പദ്ധതിക്കൊരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയിട്ടില്ല. അതിൻ്റെ ഒരു പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടില്ല. തദ്ദേശീയരെ എത്തരത്തിൽ വിശ്വാസത്തിലെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയോ ചിന്തയോ ഇല്ല. സമ്പൂർണ്ണമായിട്ട് അവിടങ്ങളിലുള്ള ആളുകളെ ശത്രുക്കളാക്കി മാറ്റുകയും അവരെ തുടച്ചു നീക്കുകയും ചെയ്യുക എന്നൊരു ലക്ഷദ്വീപ് മോഡലാണ് പൊന്നാനി തീരദേശത്ത് CPM നടപ്പിലാക്കുന്നത്. ഈ കടൽ ഭിത്തി ഒരു കല്ല് പോലും ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം വരും. അപ്പോൾ ഇത് ഓരോ വർഷവും 20-30 മീറ്റർ തീരദേശം കടലെടുത്തുകൊണ്ട് പോവുകയാണ്. കേരളത്തിലെ ഏറ്റവും അധികം ഓലപ്പുരകൾ, 1000-ലധികം ഓലപ്പുരകൾ ഈ പൊന്നാനി തീരദേശത്തുണ്ട്. ഓല കൊണ്ടുള്ള ചുമരുകളാണ്, ഓല കൊണ്ടുള്ള മേൽക്കൂരയാണ്, അതിൻ്റെ തറ പൂഴിയാണ്. അതിനകത്താണ് 10,000-കണക്കിന് മനുഷ്യർ താമസിക്കുന്നത്. അവർക്ക് പട്ടയം ലഭിക്കുന്നില്ല, പട്ടയമുള്ള ഭൂമിക്ക് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നില്ല. ഇത്തരത്തിൽ സമ്പൂർണ്ണമായിട്ടൊരു 2ാംകിട പൗരന്മാരാക്കിയിട്ടാണ് തീരദേശ നിവാസികളെ CPM സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അവർ സമീപിക്കുന്ന അത്തരത്തിലാണ്, MLAയുടെ സമീപനവും അത്തരത്തിലാണ്. സ്വാഭാവികമായിട്ട് CPMൻ്റെ ഒരു കോട്ടയായിട്ടാണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും ഒരു പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ്. ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ. അല്ല, ഇതിനകത്ത് CPMൻ്റെ കോട്ട എന്നൊക്കെ പറയുമ്പോൾ ഈ 20 വർഷത്തെ വിജയത്തിൻ്റെ എടുത്താൽ അങ്ങനെയൊക്കെ ആളുകൾക്ക് വേണമെങ്കിൽ വിലയിരുത്താം. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടെ മാറി UDFും LDFും ജയിച്ചു പോകുന്നൊരു മണ്ഡലമാണ്. ഇവിടെ 2011 ശേഷം ഡീലിമിറ്റേഷന് ശേഷമുള്ള തിരഞ്ഞെടുപ്പുകൾ ലിറ്ററലി UDFിന് അനുകൂലമാണ്. കാരണം എടപ്പാൾ പോലെ ഒരു CPM ഭൂരിപക്ഷ പഞ്ചായത്ത് ഇതിൽ നിന്ന് പോയി. പക്ഷേ എന്നിട്ട് പോലും ഇവിടെ UDFിനൊരു വിജയം വരുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു ആലോചനാമൃതമാണ്. അതിനകത്ത് ഗൗരവതരമായ ചിന്തകളും ചില പഠനങ്ങളും ചില നീക്കുപോക്കുകളൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുന്നേറ്റമാണ് പൊന്നാനി അസംബ്ലി മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് പൊന്നാനി മുനിസിപ്പാലിറ്റി LDF തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നതെങ്കിലും സീറ്റുകളുടെ എണ്ണം UDF ഇവിടെ ഇരട്ടിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റവും മുന്നേറ്റവും ഒക്കെ ഇവിടെ എമ്പാടും ദൃശ്യമാണ്. LDF സ്ഥാനാർത്ഥി ഇപ്പോൾ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. വീടുകൂടാൻ ധരിക്കുക അതിപ്പോൾ LDFിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടുമില്ല. അതൊരു ആശങ്കയുണ്ടോ ഒരു പ്രചരണം കൂടുതലായി പോകുന്നത്? അല്ല, ഇതൊക്കെ എന്ത് നെറേറ്റീവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം LDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നത് ഇന്നലെ വൈകിട്ടാണ്. അത് വന്നിട്ട് 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. അതിനകത്ത് എന്ത് മുന്നേറ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് പൊന്നാനി മണ്ഡലത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത്. അല്ലാതെ മുന്നേറ്റത്തിൻ്റെ വാർത്തകൾ ഞാനിവിടെ ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത തവണ കാണുമ്പോൾ ഞാൻ ആ ചോദ്യത്തിന് മറുപടി തരാം. ഇപ്പോൾ എന്തായാലും UDFിൻ്റെ പ്രതീക്ഷ എത്രത്തോളം നിലവിൽ പൊന്നാനിയിൽ UDFിൻ്റെ പ്രതീക്ഷ എത്രത്തോളം? ഞാൻ ഒരു കാര്യം അസന്നിഗ്ധമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത്, അത് ഞാനിവിടെ
കോൺഗ്രസിൻ്റെ ഒരു മിഷൻ 2025 എന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് ഒരു കാര്യം പറയാൻ, ഞാൻ ഈ പൊന്നാനി മുനിസിപ്പാലിറ്റി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ലീഡ് ചെയ്യും. പൊന്നാനി മുനിസിപ്പാലിറ്റി എന്നത് ഈ പൊന്നാനി തീരദേശം, ഈ പൊന്നാനി പട്ടണം, ഈഴവത്തുരുത്തി മേഖല, ഈ 3 സെക്ടറുകൾ കൂടിച്ചേർന്നാണ് പൊന്നാനി മുനിസിപ്പാലിറ്റി. ഈ 3ഇടത്തും UDF ലീഡ് ചെയ്യും. പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ UDF ലീഡ് ചെയ്യും. അത് നിങ്ങളിത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ദിവസം നമുക്ക് ദെൻ ആൻഡ് നൗ എന്ന മട്ടിൽ നിങ്ങൾക്കിത് സംപ്രേഷണം ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായിട്ട് LDFൻ്റെ ഈ സ്ഥാനാർത്ഥി വന്നപ്പോൾ വലിയ വിമർശനങ്ങൾ അവരുടെ ഭാഗങ്ങളിൽ തന്നെ പല പോസ്റ്ററുകളും ഫ്ലക്സുകളും ഈ സ്ഥാനാർത്ഥിക്കെതിരെ വന്നു. അത് UDFന് ഗുണകരമാവുന്നു? അല്ല, ഞാനത് LDFൻ്റെ സ്ഥാനാർത്ഥി ആര് വരണമെന്നൊക്കെ അവരുടെ നിശ്ചയവും തീരുമാനമാണ്. അതിനകത്തൊന്നും ഇപ്പം നമുക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതൊക്കെ അത്തരം ഒരു രാഷ്ട്രീയത്തിൽ നമുക്ക് താല്പര്യമില്ല. അതൊക്കെ ജനം തീരുമാനിക്കട്ടെ, CPM പാർട്ടി അണികൾ തീരുമാനിക്കട്ടെ, LDF പ്രവർത്തകർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ എത്ര ഭൂരിപക്ഷം ഉണ്ടാവും UDFന്? ഇവിടെ UDFന് ഞാൻ കാണുന്നത് ഇവിടെ ഒരു 6000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന് ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ വിജയിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു വിലയിരുത്തലുകൾ. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഒന്ന് ചൂട് പിടിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി മെറ്റിക്കുലസ് ആയിട്ട് ആ വിഷയം നമുക്ക് പരാമർശിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്കിനിയും കാണാമല്ലോ. ഇത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. 6000-ത്തിലധികം വരുന്ന വോട്ടുകൾക്ക് വിജയിക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ പൊന്നാനിയിലുണ്ട്. UDFൻ്റെ വിജയം ഇവിടെ ഉറപ്പാണ് എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ KP നൗഷാദ് അലി പങ്കുവെക്കുന്നത്. ജിത്തു വട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, മലപ്പുറം.